അർജുന്റെ ലോറി പുഴയിലേക്ക് നിരങ്ങി വീഴുന്നത് കണ്ടു. വളരെ നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ദൃക്സാക്ഷി. അതായത് ഇന്ന് 9ാം നാൾ അർജുന് വേണ്ടി തിരച്ചിൽ തുടരുമ്പോഴാണ് ഷിരൂരിലെ കുന്നിന് സമീപം ദേശീയപാതയിൽ നിന്ന് അർജുന്റെ ലോറി പുഴയിലേക്ക് നിരങ്ങി വീഴുന്നത് കണ്ടുവെന്നും പുഴയുടെ അരികിൽ തന്നെ ഈ ലോറി ഉണ്ടാകുമെന്ന് ഇപ്പോൾ ദൃക്സാക്ഷി വെളിപ്പെടുത്തുന്നത്. അതായത് ഷിരൂരിൽ കുന്നിനെതിർവശം ഉൾവരെ ഗ്രാമത്തിൽ നിന്ന് ഗംഗാവലി പുഴയിൽ ഒഴുകി വരുന്ന വിറക് ശേഖരിക്കാനെത്തിയ നാഗേഷ് ഗൌഡയാണ് ഇപ്പോൾ വളരെ നിർണായകമായ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അതായത് നാഗേഷ് ഗൌഡ പറയുന്നത് ഇങ്ങനെയാണ്: താൻ പുഴക്കരയിൽ ഇരിക്കുകയായിരുന്നു. കുന്നിൽ നിന്നും ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം മരത്തടി കയറ്റിയ ഒരു ലോറിയും പുഴയോരത്ത് നീങ്ങി വരുന്നത് കണ്ടു. ഇങ്ങനെ വന്ന ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കടയാണ് ആദ്യം പുഴയിലേക്ക് തള്ളിയത്. പിന്നാലെയാണ് തടി കയറ്റിയ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടത് എന്നായിരുന്നു നാഗേഷിന്റെ വാക്കുകൾ. ഇതേസമയം കുന്നിന്റെ മുകളിലുണ്ടായിരുന്ന ഹൈ ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വീണു. ഈ ലൈൻ പുഴയിലേക്ക് വീണ ഉടനെ വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്ന് കരയിലേക്ക് ഇരച്ചുകയറി വീടുകൾ തകർത്തു. പിന്നീട് കുറെ മത്സ്യങ്ങളും ചത്ത നിലയിൽ കണ്ടെത്തി. കരയിലെ തെങ്ങുകളടക്കം നശിച്ചു. തീരത്തുണ്ടായിരുന്ന 4 കുട്ടികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും പരിക്കേറ്റ് ആശുപത്രിയിലായി എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെ നാഗേഷ് നടത്തുകയാണ്. ലോറിയുടെ പിറകുവശവും ലോറിയിലെ വിറകും മാത്രമാണ് താൻ കണ്ടതെന്നും മുൻഭാഗം കുന്നിന്റെ ഭാഗത്തേക്കായിരുന്നതിനാൽ ലോറിയുടെ നിറം എന്താണെന്ന് പോലും തനിക്ക് മനസ്സിലായില്ല എന്നും നാഗേഷ് പറയുന്നു. തീരത്തെ കരിങ്കല്ലുകളും ഗ്രാമത്തിലെ വീടുകളിലേക്ക് തെറിച്ചു വീണു എന്ന് തന്നെയാണ് ഇയാൾ പറയുന്നത്. നാഗേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഹൈ ടെൻഷൻ ലൈൻ പൊട്ടി വീണതാണോ, LPG ടാങ്കർ അടക്കം പൊട്ടിച്ചിതറിയതാണോ പുഴയിൽ സ്ഫോടനത്തിന് കാരണമായതെന്നാണ് ഇനി പരിശോധിക്കേണ്ടത്. അതായത് ഹൈ ടെൻഷൻ ലൈൻ പൊട്ടി LPG ടാങ്കറിന് മേൽ വീണതാണോ എന്നതാണ് ഇനി കണ്ടെത്തേണ്ടതും. ഇതിനിടെ അർജുൻ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഷിരൂരിലെ അപകടത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ കാരണം ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണെന്നും നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരിക്കുകയാണ്. അശാസ്ത്രീയമായി ദേശീയപാത നിർമ്മിച്ചതിന് നേരത്തെ തന്നെ കരാർ നൽകിയ കമ്പനിക്കും ദേശീയപാത അതോറിറ്റിക്കുമെതിരെ കേസ് എടുക്കുകയും ചെയ്തു. പുരുഷോത്തം നായിക് എന്ന വ്യക്തിയുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കേസെടുത്ത വിവരം കർണാടക സർക്കാർ കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. അതേസമയം അർജുന് വേണ്ടി തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾക്ക് ഡ്രോൺ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കും കർണാടക പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. അതീവ സുരക്ഷാ മേഖലയായതിനാൽ പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിക്കരുത് എന്ന പോലീസിന്റെ കർശന നിർദ്ദേശം വന്നിരിക്കുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചാൽ കേസെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൗത്യം സർക്കാർ വൈകിച്ചതിന് പിന്നാലെ വൻ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. മണ്ണിനടിയിൽ ഉന്നതരൊന്നുമില്ലല്ലോ, ഒരു ഡ്രൈവർ അല്ലേ എന്നായിരുന്നു കർണാടക പോലീസിന്റെ നിസ്സാരമായ ഒരു വിശദീകരണം. രക്ഷാപ്രവർത്തനത്തിന്റെ സുവർണ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയാണ് ദൗത്യം ഇപ്പോൾ ദുഷ്കരമാകാൻ കാരണമായതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധ പ്രകടിപ്പിച്ചെത്തിയവരെയും പോലീസ് തല്ലി ഓടിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ദുരന്ത ഭൂമിയിലെത്തിയ മലയാളി രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേലിനെ ഷിരൂരിലെത്തിച്ചതിന് പിന്നാലെ അർജുന്റെ ലോറി ഉടമ മനാഫിനെ പോലീസ് കയ്യേറ്റം ചെയ്തിരുന്നു. ഓരോ ദിവസവും രക്ഷാപ്രവർത്തനത്തിനായി എത്തുമ്പോൾ പോലീസുമായി വാക്കേറ്റം പതിവെന്നായിരുന്നു രഞ്ജിത്ത് ഇസ്രായേലും ആരോപിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.